കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റി. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഈ മാസം 28-ന് വിധി പറയും. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, എന്തുകൊണ്ടാണ് ഇന്ന് വിധി പറയാതിരുന്നത്? 28-ലേക്ക് മാറ്റിയിരിക്കുന്ന വിശദാംശങ്ങൾ എന്താണ്? വിനീത, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷയിന്മേൽ വിധി പറയുന്നത് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി 28-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കോടതി ഈ ഒരു വിഷയം പരിഗണിച്ചിരുന്നു. പ്രതിഭാഗം അഭിഭാഷകൻ രാഹുൽ മാങ്കൂട്ടത്തിലും അതിജീവിതയും തമ്മിലുള്ള ഫോൺ സംഭാഷണം, അതിന്റെ രേഖകൾ, ശബ്ദരേഖ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഈ ഒരു ശബ്ദരേഖയുടെ ആധികാരികതയിൽ സംശയമുണ്ടെന്നും അത് പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് 28-ലേക്ക് ഈ ഒരു ജാമ്യ ഹർജിയിന്മേൽ വിധി പറയുന്നത് മാറ്റിയത്. കഴിഞ്ഞ ദിവസം വിശദമായിട്ടുള്ള വാദം പ്രതിഭാഗവും പ്രോസിക്യൂഷനും തമ്മിൽ നടന്നിരുന്നു. അന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഈ അതിജീവിതയുടെ പരാതി അത് കൃത്യമായി കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചിരുന്നു. അതായത് തിരുവനന്തപുരം കോടതിയിൽ നിന്നും ജാമ്യം നൽകിയ ഉത്തരവ് സഹിതം അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ പ്രതിഭാഗം അഭിഭാഷകൻ ധരിപ്പിച്ചിരുന്നു. അതിനെ തുടർന്ന് വലിയ വാക്കുതർക്കങ്ങളും ഇരു വിഭാഗങ്ങളും തമ്മിൽ കോടതിയിൽ നടന്നിരുന്നു. പ്രതിഭാഗം അഭിഭാഷകൻ ഉയർത്തിയ വാദങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. അതിനുശേഷമാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഇരുവരും തമ്മിലുള്ള ശബ്ദ സംഭാഷണത്തിന്റെ അതിന്റെ ശബ്ദരേഖ കോടതിയിൽ സമർപ്പിച്ചത്. അതിന്റെ ആധികാരികത പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈ മാസം 28-ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷയിന്മേൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി വിധി പറയുക. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.